41. ഓം ശ്രീ സായിരാം. അന്തർശൗചയജ്ഞത്തിന്റെ 141 ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കോർഡിനേറ്റർ നമ്മുടെ ലക്ഷ്മൺ മാസ്റ്റർ ആണ്. ഇന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ജ്യോതിർമയി എന്ന മോളാണ്. അപ്പോ മാഷെ നമുക്ക് തുടങ്ങാം. സായിരാം. സായിരാം സായിരാം. ഞാനിവിടെ ഇരുന്നു ഫോണി. സായിരാം. ജ്യോതിർമയി സായിരാം. അന്തർയജ്ഞം ശൗച യജ്ഞത്തിലേക്ക് സ്വാഗതം. മോള് ഞാൻ ഓങ്കാരവും ഗായത്രിയും പറഞ്ഞതിന് ശേഷം മോള് വീഡിയോ ഓൺ ചെയ്ത് പാരായണം തുടങ്ങും. ശരി, ഞാൻ ഓങ്കാരം പറയാം. ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ജ്യോതിർമയി മോളെ വീഡിയോ ഓൺ ചെയ്തു. മോള് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു പാരായണം തുടങ്ങിക്കോളൂ. സായിരാം. 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 ഓം ശ്രീ സായിരാം. എന്റെ പേര് ജ്യോതിർമയി. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. ജനിച്ചപ്പോൾ മുതൽ തന്നെ നമ്മുടെ സമിതിയായ നെയ്യാറ്റിൻകര സമിതിയിൽ എല്ലാ വ്യാഴാഴ്ചയും പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മയ്ക്ക് 2024 പാലക്കാടേക്ക് സ്ഥലമാറ്റം ലഭിച്ചതിനാൽ ഞങ്ങളിപ്പോൾ പാലക്കാട് ചിറ്റൂർ സമിതിയിലെ അംഗങ്ങളാണ്. ഇന്നത്തെ സായിവാണിയിലേക്ക് കടക്കും മുമ്പ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സായിരാം. 2022 സ്വാമിയുടെ ജന്മദിന പതിപ്പായ സനാതന സാരഥിയിലെ സായിവാണികൾ. എപ്പോഴും നല്ല ആളുകളുമായി സംസർഗം പുലർത്തുക. സത്സംഗം എന്നാൽ എന്താണ്? ഈശ്വരനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ലോകത്തെക്കുറിച്ചുള്ള ചിന്ത കുറയ്ക്കാനും ഉതകുന്ന ആളുകളാണ് സത്തുക്കൾ. അങ്ങനെയുള്ളവരുമായുള്ള സംസർഗമാണ് സത്സംഗം. എല്ലാ പ്രവൃത്തിയും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ഒരു കർമ്മം അത് ആരാധനയാകുന്നു. ഒരു കർമ്മം ആരാധനയായി ചെയ്യുമ്പോൾ അതിന് ഉദ്ദേശിച്ച ഫലമുണ്ടാകും. അന്തർഭാഗത്ത് ഈശ്വര സാന്നിധ്യമില്ലാതെ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമല്ല. സദാ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചെയ്യുന്നതെന്തും കുറ്റമറ്റതാകും. മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം നന്മ ചെയ്യുക എന്നതാണ്. മഹത്തായ ബുദ്ധിശക്തിയോടുകൂടി നല്ല വിദ്യാഭ്യാസവും നേടി സമൂഹത്തിൽ ഉയർന്ന പദവിയും നേടിയിട്ട് മനുഷ്യത്വമില്ലാതെ പെരുമാറിയാൽ എന്ത് പ്രയോജനം? ഒരിക്കൽ ജനക മഹാരാജാവ് വലിയ പണ്ഡിതന്മാരുടെയും കവികളുടെയും ഒരു യോഗം വിളിച്ചു. പേരുകേട്ട പണ്ഡിതരെ കൊണ്ട് സഭാതലം നിറഞ്ഞു. അപ്പോൾ വികൃത സ്വരൂപമുള്ള ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് അഷ്ടാവക്രൻ. അദ്ദേഹത്തിന്റെ 8 വക്രതകളുള്ള ശരീരം കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ചിരിച്ചു. അഷ്ടാവക്രൻ അതിലും ഉച്ചത്തിൽ ചിരിച്ച ശേഷം രാജാവിനോട് പറഞ്ഞു, ഞാൻ ഈ സഭയിൽ വന്നത് പുണ്യഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇത് പാവനമായ സഭയാണെന്ന് കരുതിയാണ് ഞാൻ എത്തിയത്. പക്ഷേ ഇവിടെ പണ്ഡിതന്മാർക്ക് പകരം തുകൽ പണിക്കാരെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതാണ് ഞാൻ ചിരിച്ചത്. നിങ്ങൾ എല്ലാവരും എന്റെ ശരീരത്തെ കളിയാക്കുകയായിരുന്നു. നിങ്ങളിൽ ഒരാൾ പോലും എന്റെ അറിവ് അളക്കാൻ ശ്രമിച്ചില്ല. നിങ്ങളുടെ അന്തർദൃഷ്ടി വികസിച്ചില്ല. അതുകൊണ്ട് നിങ്ങളാരും പണ്ഡിതന്മാരല്ല. ജനക മഹാരാജാവിന് കാര്യം മനസ്സിലായി.
അദ്ദേഹം അഷ്ടാവക്രനെ ഉത്കൃഷ്ട പീഠത്തിലിരുത്തി. ഇന്ന് ലോകമെമ്പാടും ഇതേ അവസ്ഥയാണ്. എത്ര വലിയ പണ്ഡിതനാണെന്ന് പറയുന്നവർക്കും ബാഹ്യ കാഴ്ച മാത്രമേയുള്ളൂ. നാം ഒരാളെ കാണുമ്പോൾ രൂപം, ഭംഗി, സമ്പത്ത് ഇവ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്നാൽ ഭഗവാൻ ആ വ്യക്തിയുടെ ഹൃദയശുദ്ധിയാണ് ശ്രദ്ധിക്കുന്നത്. നാം ഒരിക്കലും ആവേശഭരിതരാകരുത്. ക്ഷമയും സഹിഷ്ണുതയും അഭ്യസിച്ചാൽ ആധ്യാത്മിക ഗുണങ്ങളെല്ലാം നേടാൻ സാധിക്കും. യഥാർത്ഥ പണ്ഡിതൻ സമചിത്തതയുള്ള ആളാണ്. പണ്ഡിതഃ സമദർശിനഃ. ഹൃദയം തുറന്നു വയ്ക്കുക, പ്രപഞ്ചത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക, സനാതന ധർമ്മ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുക. സ്വാമി പറയുന്നു, സായി പ്രേമമാകുന്നു, അനുകമ്പയും ദയയും സ്വാമി തന്നെ. നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്വാമി വസിക്കുന്നു. സ്വാമി നിങ്ങളാണ്. എല്ലാം എല്ലാത്തിലും സ്വാമി തന്നെ. പിന്നെ നിങ്ങൾക്ക് ആശ്രയിക്കാനായി ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ഉത്കണ്ഠപ്പെടുന്നു, ഭയപ്പെടുന്നു? അന്യ ചിന്തയില്ലാതെ എന്നെ മാത്രം ആരാധിക്കുന്നവർക്ക് ഞാൻ പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സായി എന്തും ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഒരു അവസ്ഥയും നിങ്ങൾക്ക് ശോചനീയമല്ല. അതും ഇതും നേടിത്തരണമെന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കേണ്ടതില്ല. ദൈവിക ഭണ്ഡാരം അമൂല്യ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഭക്തന് എന്താണ് നൽകേണ്ടതെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. അത്തരം ഒരവസരത്തിൽ നിസ്സാര കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഭഗവാന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഭഗവാൻ എത്ര അമൂല്യവും വിശുദ്ധവുമായ അനുഗ്രഹമാണ് ചൊരിയുക എന്ന് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങളോ നേട്ടങ്ങളോ സാധിക്കാനായി പ്രാർത്ഥിക്കരുത്. മറ്റെന്തിനേക്കാളും അമൂല്യമാണ് ഈശ്വര സ്നേഹം. ഓരോ ജീവിയിലും പരമോന്നത ശക്തി ഉണ്ടെന്ന വസ്തുത യാഥാർത്ഥ്യമാണ്. നിരാകരിച്ചാൽ വിട്ടുപോകുന്നതോ ക്ഷണിച്ചാൽ കടന്നു വരികയോ ചെയ്യുന്നതല്ല ഈശ്വരൻ. അകലെയുള്ള വസ്തുക്കൾ കാണാൻ ദൂരദർശിനി നമ്മെ പ്രാപ്തമാക്കുന്നത് പോലെ ഓരോ വസ്തുവിലും കുടികൊള്ളുന്ന ബ്രഹ്മത്തെ കാണാൻ ജ്ഞാനസ്കോപ്പ് ആവശ്യമാണ്. ഭഗവാന്റെ ചിറകിൻ കീഴിൽ നിന്ന് മാറി നോക്കൂ. പക്ഷെ അപ്പോഴത് മത്സ്യത്തെ വെള്ളത്തിൽ നിന്നും പുറത്തെടുക്കുന്നതിന് തുല്യമായിരിക്കും. ലോകമാതാവാണ് സായി മാത, എല്ലാവരുടെയും അമ്മ. അഹിംസ എന്നത് ഒന്നിനെയും മനസ്സാ വാച കർമ്മണ വേദനിപ്പിക്കാതിരിക്കുകയാണ്. എന്തിനെ വേദനിപ്പിച്ചാലും നോക്കുന്നത് സ്വാമിക്കാണ്. ജീവോ ജീവസ്യ ജീവിതം. നമുക്ക് ജീവസന്ധാരണത്തിനായി ധാർമ്മികമായ വിധം കാര്യങ്ങൾ ചെയ്യാം. സ്വാമി പറയുന്നു, ഉറക്കത്തിൽ കാണുന്നത് രാത്രിയിലെ സ്വപ്നം, പകൽ കാണുന്നത് പകലത്തെ സ്വപ്നം. ജീവിതം ഒരു സ്വപ്നമാണെന്ന് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാകട്ടെ. എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം. സായിരാം മോളെ ഭംഗിയായി വായിച്ചു. ഇനി മോള് അനുഭവം പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യ സ്വാമി ഭക്ത. ഒരു നല്ല അച്ഛനും വിവാഹശേഷം സ്വാമിയുടെ ഭക്തനായി. അവരുടെ നാമജപം, ഭക്തി, പൂജ വീട്ടിൽ ജനിച്ചു വളർന്ന ഞാനും ചേച്ചിയും സ്വാഭാവികമായി സ്വാമി ഭക്തരായി. ഞാനിപ്പോൾ പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ചേച്ചി ഇതേ സ്കൂളിൽ +1 പഠിക്കുന്നു. ചേച്ചി ബാലവികാസ് സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. ചേച്ചിയെ ബാലവികാസിനും വേദ പഠനത്തിനുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അച്ഛനും അമ്മയും എന്നെയും കൂടി കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ വളരെ നേരത്തെ ഇതെല്ലാം പഠിക്കാനുള്ള സൗഭാഗ്യം സ്വാമി എനിക്ക് നൽകി. അന്തർശൗചയജ്ഞത്തിൽ ഞങ്ങളെ രണ്ടാളെയും, അമ്മയെയും അച്ഛനെയും വത്സല ആന്റി ഉൾപ്പെടുത്തി. ആദ്യം ഒരു ഭയം തോന്നിയെങ്കിലും വത്സല ആന്റി പറഞ്ഞു, സ്വാമിയാണ് ഈ സെലക്ഷൻ നടത്തുന്നത്, അതുകൊണ്ട് അവതരണത്തിനുള്ള കഴിവ് സ്വാമി തരുമെന്ന്. സ്വാമി സെലക്ട് ചെയ്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന സന്തോഷത്തിൽ
സർവവും സ്വാമി പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അനുഭവ വിവരണം തുടങ്ങാം. ഞാൻ ജനിച്ചത് തന്നെ സ്വാമിയുടെ കടാക്ഷം കൊണ്ടാണെന്നും അത്രയ്ക്ക് പ്രശ്നം നിറഞ്ഞ ഒരു പ്രഗ്നൻസി ആയിരുന്നു അതെന്നും അമ്മയും അച്ഛനും എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി ഉള്ളത് കൊണ്ട് ഒരു യഥാർത്ഥ സ്റ്റുഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഭജനയും വേദവും ബാലവികാസവും ഒക്കെ അറ്റൻഡ് ചെയ്തു തുടങ്ങി. ആരെ കാണുമ്പോഴും സായിരാം പറഞ്ഞ് കൈകൂപ്പുന്ന രീതി ഞങ്ങൾ ഇപ്പോഴും അഭിമാനത്തോടെ പിന്തുടരുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ എല്ലാവരും സമിതിയിൽ പോകാൻ ശ്രദ്ധിക്കുമായിരുന്നു. സമിതിയിൽ സ്വാമിയുടെ പടത്ത് ചാർത്താനുള്ള മാല കെട്ടുന്നതിലും പ്രസാദമുണ്ടാക്കുന്നതിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ ഭജനയുള്ള ദിവസം ഒരു ആഘോഷം തന്നെയായിരിക്കും. എല്ലാ വ്യാഴാഴ്ചയും സായി വാണി ചൊല്ലി പരിചയമുള്ള എല്ലാ സായി ഭക്തരിലും എത്തിക്കുന്ന രീതി കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. അത് ഇന്നും തുടരാനുള്ള ശക്തി സ്വാമി നൽകുന്നു. സ്വാമിയുടെ ആസ്ഥാനമായ പുട്ടപർത്തിയിൽ ഞങ്ങൾ 2 തവണയാണ് പോയിട്ടുള്ളത്. സ്വാമിയുടെ ഭൗതിക ശരീരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും സ്വാമി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2 വർഷം മുൻപുള്ള ഓണത്തിന് എനിക്കും ചേച്ചിക്കും പുട്ടപർത്തിയിലെ വേദജപത്തിന് സെലക്ഷൻ കിട്ടിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാനായില്ല. അതിന്റെ കാരണമാണ് ഇന്നത്തെ അനുഭവത്തിൽ ആദ്യം പറയുന്നത്. 2 വർഷം മുൻപുള്ള ജൂലൈ 29-ാം തീയതി അച്ഛൻ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായി നമ്മുടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ എതിർവശത്തു നിന്ന് ബൈക്കിൽ വന്ന ഒരു ചേട്ടനുമായി കൂട്ടിമുട്ടി. ചേട്ടൻ സാരമായ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ അച്ഛനും നമ്മുടെ സ്കൂട്ടറും വളരെ മോശം അവസ്ഥയിലായി. ഒരു ചേട്ടൻ അച്ഛനെ തിരുവനന്തപുരം സിറ്റിയിലെ നല്ല ഒരു ന്യൂറോ ഹോസ്പിറ്റലിലാക്കി. എന്നിട്ടാണ് അമ്മയെ അറിയിച്ചത്. ഏതാണ്ട് ഒരാഴ്ചയോളം അച്ഛൻ ന്യൂറോ ICUവിലായിരുന്നു. കൊറോണ ടെസ്റ്റഡ് ബൈസ്റ്റാൻഡറായി അമ്മയും പോയി. അച്ഛന്റെ അവസ്ഥ സ്കള്ളിലും റിബ്സിലും കൈയിലും ധാരാളം പൊട്ടലുകൾ ഉണ്ടായി. ചെവിയിലൂടെ ബ്ലീഡിങ്ങും. സർജറിയും പല ട്രീറ്റ്മെന്റും കഴിഞ്ഞ് അച്ഛൻ വീട്ടിലെത്തി. എല്ലാം സ്വാമി ശരിയാക്കുമെന്ന വിശ്വാസം നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നു. വൈകിട്ട് വിളക്ക് കത്തിച്ച ശേഷം കിടക്കുന്ന അച്ഛനരികിലിരുന്നാണ് നമ്മൾ നാമം ജപിച്ചിരുന്നത്. വലതു കൈയിൽ ഒരു സർജറി കഴിഞ്ഞതിനാൽ ഫുൾ ബാൻഡേജ് ചെയ്തിരുന്നു. ചൂണ്ടുവിരലിന്റെ കുറച്ചു ഭാഗം നഷ്ടമായതിനാൽ പിന്നീട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. എന്നും നാമം ജപിക്കുമ്പോൾ അച്ഛൻ നമുക്ക് വിഭൂതി നെറ്റിയിൽ ഇട്ടു തരുമായിരുന്നു. അതുപോലെ ഞാൻ അച്ഛന്റെ നെറ്റിയിലും ചൂണ്ടുവിരലിന്റെ ബാൻഡേജിന് വെളിയിലുള്ള ഒരു ചെറിയ ഭാഗത്തും നിത്യവും വിഭൂതി തൊട്ട് കൊടുക്കാൻ തുടങ്ങി. 3 ആഴ്ചയ്ക്ക് ശേഷം ബാൻഡേജ് മാറ്റാനായി അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയി. ബാൻഡേജ് അഴിക്കുമ്പോഴും ഡോക്ടർമാർ ചൂണ്ടുവിരലിന്റെ സർജറിയെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ ചൂണ്ടുവിരൽ പഴയതിനേക്കാൾ സുന്ദരനായി ബാൻഡേജിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. ഡോക്ടർമാർ ഇതിനെ ഒരു വലിയ സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. അവർക്കറിയില്ലല്ലോ ഏറ്റവും വലിയ ഡോക്ടറുടെ ഒപ്പമാണ് നമ്മൾ ഉള്ളതെന്ന്. ക്രമേണ മാസങ്ങൾ എടുത്താണെങ്കിലും അച്ഛന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സ്വാമി മാറ്റി തന്നു. വിഭൂതിയുടെ ശക്തി അപാരമാണെന്നുള്ളതിന് മറ്റൊരു അനുഭവം കൂടി പറയാം. കൊറോണ തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ പൂജാമുറിയിൽ എന്നും കുറച്ചു വെള്ളത്തിൽ വിഭൂതിയിട്ട് അടച്ചു വെക്കാറുണ്ട്. എന്നും രാവിലെ കുളി കഴിഞ്ഞാൽ പൂജാമുറിയിൽ ഞാനാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ വരെ അത് പൂജാമുറിയിൽ സ്വാമിയുടെ മുന്നിൽ. രാവിലെ കുളി കഴിഞ്ഞ് അതെടുത്ത് ഞങ്ങൾ എല്ലാവരും തീർത്ഥം പോലെ സേവിക്കും. ഈ ഒരു ദിവ്യ ഔഷധം കൊണ്ട് നമ്മളെല്ലാം കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങളിത് ഇപ്പോഴും തുടരുന്നു. പരമം പവിത്രം ബാബാ വിഭൂതിം പരമം വിചിത്രം ലീലാ വിഭൂതിം
പരമാർത്ഥമിഷ്ടാർത്ഥമോക്ഷ പ്രദായം വിഭൂതിം ഇതമാശ്രയാമി. ഇനി മറ്റു ചില സന്തോഷങ്ങൾ കൂടി പങ്കുവെക്കാം. ആദ്യം നെയ്യാറ്റിൻകര സമിതിയിലെ മനുച്ചേട്ടനാണ് ഞങ്ങളെ പിന്നീടത് ജ്യോതി ടീച്ചറും ഇപ്പോൾ രേഖ ടീച്ചറിന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെയും തുടരുന്നു. ഞങ്ങൾ പാലക്കാട് വരുന്നത് സെപ്റ്റംബറിലാണ്. ആ ആഴ്ചയിലെ വ്യാഴാഴ്ച എന്റെ ജന്മനാളായിരുന്നു. അച്ഛൻ അന്വേഷിച്ച് ചിറ്റൂർ സമിതി എവിടെയാണെന്ന് കണ്ടെത്തി. അങ്ങനെ എന്റെ ജന്മനാളില് ഇവിടത്തെ സമിതിയിൽ ആദ്യമായി പോയി. സ്വാമിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ചിറ്റൂർ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏകാദശി രുദ്രജപവും അഭിഷേകവും നടന്നു. ഞങ്ങൾ 4 പേരും അതിൽ സന്തോഷപൂർവ്വം പങ്കെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഓൺലൈൻ ക്ലാസ് തുടരുമ്പോഴാണ് രേഖ ടീച്ചർ കൊല്ലം ലക്ഷ്മീനറ സായി സമിതിയിൽ ബാലവികാസ് കുട്ടികളുടെ ഏകാദശി രുദ്രജപത്തിന് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ 2 പേരുടെയും പേര് ടീച്ചർ രജിസ്റ്റർ ചെയ്തു. ഡിസംബർ 25-നുള്ള പരിപാടിയുടെ റിഹേഴ്സൽ 24-ന് രാത്രി നടന്നു. ഞങ്ങൾ 45ഓളം ബാലവികാസ് കുട്ടികൾ പല ജില്ലകളിൽ നിന്നും എത്തി. ഡ്രസ് കോഡും ഇൻസ്ട്രക്ഷൻസും കഴിഞ്ഞ് ഞങ്ങളുടെ റിഹേഴ്സൽ അവസാനിക്കാറായപ്പോൾ പ്രോഗ്രാമിന് ധരിക്കാനായി ബ്ലൂ കളർ സ്പെഷ്യൽ സ്കാർഫും ബാഡ്ജും നൽകി. ആ ബാഡ്ജിൽ ഇങ്ങനെ എഴുതിയിരുന്നു, സ്വാമീസ് വേദ സ്ക്വാഡ്. ഇതിൽ പരം ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത്? വളരെയേറെ വിലമതിക്കുന്നതും സ്വാമിയുടെ അനുഗ്രഹവുമായി കരുതുന്ന ആ ഫോട്ടോ ഞാൻ കാണിക്കാം. ബാലവികാസിലേക്കും വേദത്തിലേക്കും ഭജനയിലേക്കും ഞങ്ങളെ വഴിതെളിയിച്ച ഗുരുക്കന്മാരായ സതി ആന്റി, ശാന്താമ്മ, ഓമനമ്മ, മനോജ് സാർ, ശ്രീലത ടീച്ചർ, സുധാമണി ടീച്ചർ, ടീച്ചറിന്റെ ഹസ്ബൻഡ് സാർ, വത്സല ആന്റി, അനിക്കുട്ടനങ്കൾ എന്നിവരെ നമിച്ചുകൊണ്ട് സർവ്വതം സ്വാമി തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സായിയ. വളരെ ഭംഗിയായി. ഈ മോള് സാധാരണ മോളൊന്നും അല്ല മാഷെ, എല്ലാരോടും പറയാണ്. അവള് വളരെ ചെറുതിലേ തൊട്ട് എല്ലാ ദിവസവും ഭഗവാന്റെ ഒരു വാണി ഓഡിയോ ആയിട്ട് വായിച്ചിട്ട് അവൾക്ക് പരിചയവും ഇഷ്ടവുമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇത്ര മനോഹരമായിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഈ ജ്യോതിർമയി. നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് കഥ പറയും, നന്നായിട്ട് ഭജന പാടും. എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം നേടിയ ഒരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും ഒരുമിച്ചാണ് 100 മാർക്ക് വാങ്ങിച്ച് ബാലവികാസിന്റെ ആക്റ്റീവ് വർക്കേഴ്സ് ഇത് പാസ്സായത്. അങ്ങനെയാണ് ജിഷയും ജിഷയുടെ ഹസ്ബൻഡും 2 പേരും ഒരുമിച്ചാണ് പരീക്ഷ എഴുതി പാസ്സായത്. അതുപോലെ മക്കളും. അങ്ങനെ ഒരു ഭഗവാന്റെ അനുഗ്രഹം വളരെ അധികം സിദ്ധിച്ച ഒരു മനോഹരമായ ഫാമിലിയാണ്. അവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയമുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ സ്വാമിയുടെ അത്ഭുതകരവും എന്താ പറയാ കാരുണ്യത്തിന്റെ വഴിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഒരു കഥ, ഒരു സംഭവം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സമയമുള്ളതുകൊണ്ട് 16 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് ടൈം ഉള്ളതുകൊണ്ട്. ഒരിക്കല് ഭഗവാൻ ദർശനത്തിന് വരുന്നത് അന്ന് ഓടക്കുഴൽ വായനയൊക്കെയാണ്. ആ സമയത്താണ്, കുറച്ച് പഴയ സമയത്താണ്. അപ്പോ ഈസ്റ്റ് പ്രശാന്തിയില് നമ്മുടെ സ്റ്റാഫിന് കയറുന്ന വഴിയുണ്ട്. പടി കയറിയാണല്ലോ സാധാരണക്കാര് പോവുക. അപ്പം പിന്നെ സ്റ്റാഫ് കയറുന്നതും സ്റ്റുഡൻസ് കയറുന്നതും ഒക്കെ ചെറിയ ഗേറ്റിൽ കൂടെയാണ്. അതിലെ കൂടെയാണ് വീൽ ചെയറുകളും കയറുക. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോ, സ്റ്റുഡൻസ് ഇരിക്കുമ്പോ പുറത്ത് ഭയങ്കര കമ്മോഷൻ. സ്വാമി വരാറാവുന്നു, അതിനിടയ്ക്ക് പുറത്ത് ഭയങ്കര ബഹളം. ആകപ്പാട് അവിടുത്തെ സേവതാൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, സമ്മതിക്കില്ല എന്ന് പറയുന്നു. ആകപ്പാട് ബഹളം. പുറത്ത് ഭക്തന്മാരാണെങ്കിൽ അതിലും ഭയങ്കരമായിട്ട് ആവേശം. എല്ലാം തമിഴരാണ്, തമിഴ് ഭക്തരായിരുന്നു. അവര് ഭയങ്കര ആവേശത്തോടു കൂടി, അവര് സങ്കടത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോ എന്താണെന്ന് അറിയാനായിട്ട് ഒരു ലെക്ചറർ പോയി നോക്കി. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിനും തമിഴ് അറിയില്ല. അപ്പൊ അത് അവരെയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ താൻ തിരിച്ചു വന്നു. അപ്പൊ തമിഴ് സംസാരിക്കുന്ന കേട്ടപ്പം സ്റ്റുഡൻസിന്റെ കൂട്ടിൽ 2 തമിഴ് കുട്ടികളുണ്ടായിരുന്നു. അവര് പറഞ്ഞു ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ സാർ എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടാളും കൂടി
അവിടെ പോയി നോക്കിയപ്പോ അവർ അത്ഭുതപ്പെട്ടു പോയി. അവിടെ വീൽ ചെയറില് വന്യവയോധികനായിരുന്ന ഒരു സ്വാമിജിയാണ് ഇരുന്നിരുന്നത്. അദ്ദേഹം കൃപാനന്ദ വാര്യർ സ്വാമി എന്ന് പിന്നെ ഇവിടെ എന്താ തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധനും ആയ വളരെ വലിയ മുരുക ഭക്തനായ ഒരു അതിശ്രേഷ്ഠനായ ഒരു തപസ്വിയാണ് അവിടെ വീൽ ചെയറിൽ ഇരുന്നിരുന്നത്. അദ്ദേഹത്തിന് സ്വാമി താമസിക്കാനായിട്ട് ഈശ്വരസാന്തി തന്നെയാണ് സ്ഥലവും കൊടുത്തത്. പക്ഷെ ഈ സേവാദളിന് അതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തേജസ് കണ്ടാൽ തന്നെ നല്ല രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ് മുരുകനെ പോലെ തന്നെ കാണാനിരിക്കും അദ്ദേഹത്തെ. അദ്ദേഹത്തിന് കണ്ണ് കാഴ്ച കുറവാണ്, വയസ്സായ ആളാണ്. അപ്പോ അവര് പറഞ്ഞു, അയ്യോ ഇങ്ങനെയല്ല, അദ്ദേഹത്തിനെ അകത്ത് കൊണ്ടുവരണം, ഇത് ശരിയാവില്ല, സ്വാമിക്ക് വളരെ വലിയ സായി ഭക്തനാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ സേവാദളിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ സ്റ്റുഡൻസ് തന്നെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് അകത്ത് വന്ന് അവരുടെ അടുത്തായിട്ട് അദ്ദേഹത്തെ ഇരുത്തി. വീൽ ചെയറിൽ സ്റ്റുഡൻസിന്റെ അടുത്ത് തന്നെ അവരെ ഇരുത്തി. കുറച്ച് ബാക്കിലായിട്ട് വീൽ ചെയർ വെക്കാൻ പറ്റൂ. അപ്പോഴത്തേക്ക് സ്വാമി വന്നു. സ്വാമിയുടെ ദർശന സമയമായി. സ്വാമി ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോഴത്തേക്കും ഇദ്ദേഹം ചോദിച്ചു, മുരുകൻ മുരുകൻ വന്നോ എന്ന് ചോദിക്കണം. അപ്പോഴത്തേക്കും സ്വാമി അവിടുന്ന് നേരെ വന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്, അപ്പോഴത്തേക്കും കുട്ടികൾ വേഗം സ്ഥലം ഉണ്ടാക്കി വീൽ ചെയർ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്, മുരുകൻ വந்தாച്ചാ ഞാൻ മുരുകൻ വന്നിരിക്കേൻ, എന്നെ ഭയം വന്നിരിക്കേൻ എന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, അതെ ഞാൻ മുരുകൻ വന്നിരിക്കുന്നു, എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞ് വേഗം സ്വാമി കുനിഞ്ഞ് ചേർന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തന്റെ കയ്യിൽ മുറുക്കി പിടിച്ചോണ്ട് പറഞ്ഞു, മുരുകൻ വന്നിരിക്കേൻ, പാത്തായാന്ന് ചോദിച്ചു. അതായത് കണ്ടോ ഞാൻ വന്നിരിക്കുന്നു, മുരുകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ ആനന്ദ കണ്ണീർ ഒലിപ്പിച്ചോണ്ട് സ്വാമിയുടെ മുടി, സ്വാമിയുടെ മുഖം, കണ്ണ്, മൂക്ക്, വായ, ചുണ്ട്, കാട് എല്ലാ സ്ഥലത്തും തൊട്ട് ഓരോ അംഗത്തിൽ തൊടുമ്പോഴും മുരുകന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സ്വാമിയാണെങ്കിൽ നിസ്തബ്ധനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം ചെയ്യുന്നതെല്ലാം സമ്മതിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് അവിടെ നിന്നു, സൗമ്യനായിട്ട് അവിടെ നിന്നു. അദ്ദേഹം ആ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞതും, നിനക്ക് തൃപ്തിയായോ എന്ന് ഭഗവാൻ ചോദിച്ചു. നീ പോകട്ടുമാ മുരുകൻ, ഇനി പോകട്ടുമാ, ദർശനം നൽകട്ടുമാ, നീ ചെന്നാൽ മാത്രമേ അങ്ങേക്ക് നീ പറഞ്ഞാൽ മാത്രമേ ഞാൻ ദർശനത്തിന് പോവുള്ളൂ, മുരുകൻ പോട്ടോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം ഈ വന്യവയോധികനായ ആ സ്വാമിയുടെ നെഞ്ചത്തോട് ചേർത്ത്, അതിനു മുമ്പ് സ്വാമി എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഴുവൻ കഴിഞ്ഞു. എല്ലാ ശ്ലോകങ്ങളും അംഗപ്രത്യംഗം ശ്ലോകം ചൊല്ലി, മുരുകനാണ് പറയുന്നത്, സ്വാമി എന്നല്ല, മുരുകന്റെ ശ്ലോകങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ സ്വാമി ഒരുപാട് വിഭൂതി സൃഷ്ടിച്ച് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഇട്ട് അഭിഷേകം ചെയ്തു. വിഭൂതി എല്ലായിടത്തും പറക്ക, സ്വാമിയുടെ റോബിലെല്ലാം വിഭൂതി. അദ്ദേഹം ഭഗവാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട്, ഭഗവാൻ ആനന്ദ കണ്ണീരാണ്, പക്ഷെ പൊട്ടി കൊച്ചുകുട്ടിയെ മാതിരി പൊട്ടി കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ നെഞ്ചത്തോട് ചേർന്ന് സ്വാമി ഇങ്ങനെ അടക്കി പിടിച്ചു അദ്ദേഹത്തെ. അപ്പോഴത്തേക്കും ആ കണ്ണീര് കൊണ്ടും വിഭൂതി കൊണ്ടും സ്വാമിയുടെ ഗൗണൊക്കെ അഴുക്കായി. സ്വാമിക്ക് അതൊന്നും ഒരു ശ്രദ്ധയില്ല. എന്നിട്ട് സ്വാമി ചോദിച്ചു, ഞാനിനി പൊക്കോട്ടെ, ദർശനം കൊടുത്തോട്ടെ, മുരുകൻ പോകട്ടുമാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നീ പോയി ദർശനം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ശേഷം സ്വാമി അവിടുന്ന് അദ്ദേഹത്തെ തൊട്ട് തലോടി, ശിരസിലും കണ്ണിലും മൂക്കിലും എല്ലാം തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് സ്വാമി അവിടുന്ന് ദർശനത്തിനായിട്ട് പോയി. സ്വാമി വളരെ രൂക്ഷമായിട്ട് സേവാദളിനെ നോക്കി. അപ്പൊ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വാമി അടുത്ത് മാപ്പിന് അപേക്ഷിച്ചു. അവർക്ക് അറിയില്ലല്ലോ, പ്രത്യേകിച്ച് ഭാഷ അറിയില്ല. പല സ്ഥലത്തു നിന്ന് സേവാദളിന് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. VVIPs എന്ന് വന്നാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവരുടെ ഡ്യൂട്ടി ചെയ്യും, അത് സ്വാമിക്ക് അറിയാം. എന്നാലും അങ്ങനെ. അപ്പൊ എന്നിട്ട് സ്വാമി കുട്ടികളോട് പറഞ്ഞു, ഇതാണ് ഭക്തി, ഇതാണ് പ്രേമം. യഥാർത്ഥ പ്രേമം എന്ന് പറയുന്നത് ഇതാണ്. ഭഗവാനെ കാണുമ്പം ഉരുകിപ്പോണം, നമ്മളുടെ ഹൃദയം ഉരുകി ഇങ്ങനെ കണ്ണിലൂടെ ഒഴുകണം. അതാണ് യഥാർത്ഥ പ്രേമം, യഥാർത്ഥ ഭക്തി. അവിടെ ഭഗവാൻ ഭക്തന്റെ ദാസനായി തീരും. ഭക്തൻ പറയാതെ ഒന്നും ചെയ്യില്ല. ഭഗവാൻ ഭക്തന്റെ ദാസനായി തീരുന്നതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്.
എന്ന് സ്റ്റുഡൻസ് മാത്രമല്ല അവിടെ ചുറ്റുമിരുന്ന സകലമാന ഡിവോട്ടീസും ഈ രംഗം കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ കരയുകയായിരുന്നു. ആ ദിവസം സ്വാമിയുടെ പ്രേമവും വന്യവയോധികനായ സ്വാമിജിയുടെ സ്നേഹവും കണ്ടുകൊണ്ട്, പ്രേമവും അവർ തമ്മിലുള്ള ആ ഒരു ഇതും കണ്ടിട്ട് അവിടെ ഇരുന്ന സ്റ്റുഡൻസും എല്ലാവരും കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് അവിടെ ഇരുന്ന് ദർശനം ചെയ്തതെന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരു മഹാസംഭവത്തെ പറ്റി വായിക്കാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ ഞാനത് വിചാരിച്ചു, നമ്മളെല്ലാവരുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവെക്കണം. നമ്മുടെ സ്വാമി കരുണാസാഗരം എന്ന് തന്നെ പറയുന്ന, കരുണാ സിന്ധു എന്ന് നമ്മൾ സ്വാമിയെ വിളിക്കുമ്പം ഭഗവാൻ കരുണാ സിന്ധു തന്നെ ആണ് എന്നുള്ളത് നമ്മളെല്ലാവരുമായിട്ട്, എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമായിട്ട് എല്ലാം പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ആഗ്രഹം ഞാൻ പറഞ്ഞത്. ജയ് സായിരാം, ജയ് സായിരാം. സായിരാം. ഇനി ഭഗവാന്റെ പ്രസന്റേഷൻ. സായിരാം. For every human being, control of one's senses is essential. కేవలం యోగులకు మాత్రమే, జోగులకు మాత్రమే, బైరాగులకు మాత్రమే ఈ విధమైనటువంటి యొక్క ఇంద్రియ నిగ్రహం అవసరమని మనం భావిస్తుంటాము. ఇది చాలా పొరపాటు. We think that this control of senses is needed only for yogis and sannyasis. This is very wrong. ప్రపంచమునందు కాయమును ధరించిన ప్రతి ప్రాణికి కూడాను ఈ ఇంద్రియ నిగ్రహం అనేటువంటిది అత్యవసరం. For everyone in this world who has taken birth with a human body, this control of senses is essential. నా ఇంద్రియములు కదా అని స్వేచ్ఛగా మనం వాటిని వదలకూడదు. With the feeling that the sensory organs belong to me, we should not let them go uncontrolled. నీ పేరుతో నీ ఒక కారు కొన్నప్పటికీ, కారు నీ పేరుతో రిజిస్టర్ అయినప్పటికీ, కారు నీవే డ్రైవ్ చేస్తూ ఉండినప్పటికీ ప్రమాదం వచ్చేటువంటి సమయంలో బ్రేక్ వేయక తప్పదు. నా కారు కదా నేను ఎందుకు బ్రేక్ వేయాలంటే ప్రమాదం వస్తుంది, ప్రమాదం కలుగుతుంది. You may purchase a car, you may register that car in your name, you may drive that car yourself in the feeling that you own the car and you are driving the car. When you anticipate danger and an accident, if you do not put on a brake, then there will be danger. You cannot stop braking the car simply because you own the car. కనుక దేహము కేవలము ఒక కారు వంటిది. In this analogy, the human body is like a car. ఈ రెండు కన్నులు కారు లైట్లు వంటివి. The two eyes of the human body are like the two lights of the car. ఈ కడుపు ఈ కారు పెట్రోల్ ట్యాంక్. The stomach in the human body is like the petrol tank of the car. ఈ నోరు ఈ కారు యొక్క హార్న్. The mouth is like the horn of the car. మన మనసు ఈ కారు యొక్క స్టీరింగ్. Our mind is the steering for this car. మన యొక్క ధర్మ అర్థ కామ మోక్షములు ఈ 4 పురుషార్థములు కూడాను ఈ దేహం అనేటువంటి కారుకు 4 టైర్స్. The 4 purusharthas, dharma, artha, kama, moksha, are like the 4 tires for this car of the human body. ఈ 4 టైర్ల లోపల కూడాను కొట్టినటువంటి గాలియే ఫెయిత్, నమ్మకము. The pressure, the air we put into these tires, dharma, artha, kama, moksha, comes from the faith, comes from the belief that we have in these statements. ఇక్కడ మనము బుద్ధి అనేటువంటి స్విచ్ ని వేసినప్పుడు ఈ కారు ఇష్టం వచ్చినట్లుగా పరిగెత్తుతుంటాది. Here, when we put on the switch, which is the intelligence in us, the buddhi in us, then the car will begin to move. ఇక్కడ చిత్తము అనేటువంటి దానిని ఇంద్రియ నిగ్రహంతో పోల్చుకోవాలి. We will have to compare the chitta with the control of the senses. ఈ ఇంద్రియ నిగ్రహం కలిగినప్పుడే చిత్త శుద్ధి కూడాను ఏర్పడుతుంది. When we can control the senses, it's only then that our chitta can be purified. చిత్త శుద్ధి కలిగినప్పుడే జ్ఞాన సిద్ధి లభిస్తుంది. When the chitta is purified, then wisdom dawns. മോള് ഇനി ഭജന പാടിക്കോളൂ. സായിരാം. സായിരാം. ഭജന പാടിക്കോളൂ. भोला भंडारी बाबा, शिव 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 साई बाबा,
भोला भंडारी बाबा शिव 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 साई बाबा भोला भंडारी बाबा शिव 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 साई बाबा अनाथ रक्षक दीन दयाला पतित पावन 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 साई बाबा भोला भंडारी बाबा शिव 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 साई बाबा भोला भंडारी बाबा शिव 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 साई बाबा योगेश्वर साई मुरारी योगेश्वर हे त्रिपुरारी योगेश्वर हे त्रिपुरारी योगेश्वर साई मुरारी योगेश्वर हे त्रिपुरारी योगेश्वर साई मुरारी योगेश्वर हे त्रिपुरारी नित्यानंद ब्रह्मानंद प्रेमानंद साई बाबा 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 भोला भंडारी बाबा शिव 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 साई बाबा भोला भंडारी बाबा शिव 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 साई बाबा अनाथ रक्षक दीन दयाला पतित पावन साई बाबा अनाथ रक्षक दीन दयाला पतित पावन साई बाबा भोला भंडारी बाबा शिव 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 साई बाबा भोला भंडारी बाबा शिव 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 साई बाबा योगेश्वर साई मुरारी योगेश्वर हे त्रिपुरारी योगेश्वर साई मुरारी योगेश्वर हे त्रिपुरारी नित्यानंद ब्रह्म साई बाबा नित्यानंद ब्रह्मानंद प्रेमानंद साई बाबा नित्यानंद ब्रह्मानंद प्रेमानंद साई बाबा नित्यानंद ब्रह्मानंद प्रेमानंद साई बाबा भोला भंडारी बाबा शिव 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 साई बाबा സായിരാം. ശരി, മോൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ കുട്ടാ. നന്നായിട്ട് യു ഹാവ് ഗിവൺ ഓൾ ഓഫ് us എ ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു മോളെ. സായിരാം. സായിരാം. സായി ഉപമ, നിങ്ങളുടെ ആത്മീയ സാധനയിലെ പരാജയത്തിന് ഈശ്വരനെ പഴി പറയാതിരിക്കുക. ആത്മപരിശോധന നടത്തുക. നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കാനായി അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നു. പക്ഷേ അത് 10 മണിക്കാണ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെയാണ് കുറ്റം പറയുക? ടൈം പീസിലെ ആണിക്കോ സ്പ്രിങ്ങിനോ എന്തെങ്കിലും തകരാറുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിച്ചില്ലെങ്കിൽ കുറ്റം പറയാതിരിക്കുക. നിങ്ങളുടെ നിലപാടിൽ നിങ്ങളുടെ ഭക്ഷണ രീതി, ഉറക്കം, സ്വഭാവം, പെരുമാറ്റം, ശീലങ്ങൾ, മറ്റുള്ളവരോടുള്ള നിലപാട് ആദിയായവയിലെല്ലാം എന്തോ കുഴപ്പമുണ്ട് എന്ന് അനുമാനിക്കുക. എല്ലാവർക്കും, ബ്രാഹ്മണനോ ചണ്ടാളനോ ആയാലും ചില അച്ചടക്കങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അച്ചടക്കമില്ലാതെ വിജയം നേടുവാനാകില്ല. നിങ്ങൾ ഇന്ദ്രിയങ്ങളുടെ അധിപതി ആയിക്കൊണ്ട് മായാശക്തിയെ ജയിച്ച് മഹാശക്തി നേടണം. അതായത് നിങ്ങൾ ഗോപികമാരുടെ തലത്തിലേക്ക് ഉയരണം. ജയ സായിരാം. സായിരാം. എല്ലാം ഭംഗിയായി. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. നാളെ പറയുന്നത് അശ്വതി സായി ആണ്.